എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. APL നീല വെള്ള കാർഡുകാർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈക്ക് ആവശ്യപ്പെടുന്നത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. നമുക്കറിയാം, നിലവിലെ റേഷൻ വിതരണത്തിൽ APL നീല വെള്ള കാർഡുകാർക്ക് പ്രത്യേകിച്ച് യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. കാരണം നമുക്കറിയാം, റോസ് മഞ്ഞ കാർഡുകാർക്ക് ആവശ്യത്തിലധികം ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്. അവർക്ക് ലഭിക്കുന്നതിൻ്റെ 10-1 പോലും ആനുകൂല്യം APL നീല വെള്ള കാർഡുകാർക്ക് ലഭിക്കുന്നില്ല. പ്രത്യേകിച്ച് അനർഹരായ നിരവധി പേരാണ് ഇപ്പോഴും മഞ്ഞ റോസ് കാർഡിലുള്ളത്. അതേപോലെ മഞ്ഞ റോസ് കാർഡിലേക്ക് അർഹരായ പലരും APL വിഭാഗത്തിലും ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു APL നീല വെള്ള കാർഡുകാരെ അപേക്ഷിച്ച് വളരെ ദയനീയമാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ ഒരു കോവിഡിൻ്റെ പ്രതിസന്ധി വന്നപ്പോഴാണ് എല്ലാവർക്കും ആ ഒരു കാര്യം മനസ്സിലായത്. കാരണം ആവശ്യത്തിലധികം ആനുകൂല്യങ്ങൾ മഞ്ഞ റോസ് കാർഡുകാർക്ക് ലഭിക്കുന്നു, APL കാർഡുകാർക്ക് പ്രത്യേകിച്ചൊരു ആനുകൂല്യങ്ങളൊന്നുമില്ല. ഇടയ്ക്ക് സ്പെഷ്യൽ അരി ഉണ്ടായിരുന്നു. അതുപോലെ സൗജന്യ കിറ്റ് എല്ലാവർക്കും ലഭിച്ചിരുന്നു. അതൊരു വലിയ ആശ്വാസം തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഈ ഒരു ഇലക്ഷനോടനുബന്ധിച്ച് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു ആനുകൂല്യം, അതായത് കിലോക്ക് 10 രൂപ നിരക്കിൽ 15 കിലോ അരി നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. APL നീല വെള്ള കാർഡുകാർക്ക് സ്പെഷ്യലായിട്ട് 15 കിലോ അരി കിലോക്ക് 10 രൂപ നിരക്കിൽ നിങ്ങൾക്ക് മാർച്ച് ഏപ്രിൽ മാസത്തിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇലക്ഷൻ ആനുകൂല്യം എന്ന് പറയാൻ കാരണമെന്ന് വെച്ചാൽ, നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി P. തോമസ് ഐസക് ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ 2021 കേരളത്തിൻ്റെ അവസാന ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ APL നീല വെള്ള കാർഡുകാർക്ക് 10 രൂപ കിലോ നിരക്കിൽ 15 കിലോ അരി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് ആ ഒരു അരി സ്ഥിരമായിട്ട് ലഭിക്കുമെന്നായിരുന്നു. എന്നാൽ നമുക്ക് ജനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ ആ ഒരു സ്പെഷ്യൽ അരി ലഭിച്ചിരുന്നില്ല. മറിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാർ ആ ഒരു അരിയുടെ വിതരണം മാർച്ച് ഏപ്രിൽ മാസത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു സമയത്തേക്കാണ് ഈ ഒരു സ്പെഷ്യൽ അരിയുടെ APL നീല വെള്ള കാർഡുകാരുടെ സ്പെഷ്യൽ അരിയുടെ വിതരണം മാറ്റിയിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഇലക്ഷനോടനുബന്ധിച്ച് തന്നെയാണ് ഈ ഒരു സ്പെഷ്യൽ അരി വിതരണം ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും അതൊരു സന്തോഷകരമായ കാര്യം തന്നെയാണ്. 2 മാസമാണെങ്കിൽ 2 മാസമെങ്കിലും അവർക്ക് ആ ഒരു സ്പെഷ്യൽ അരി കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആനുകൂല്യം, ഇലക്ഷൻ സ്പെഷ്യൽ ആനുകൂല്യം എല്ലാവരും മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 15 കിലോ അരിയാണ് നിങ്ങൾക്ക് കിലോക്ക് 10 രൂപ നിരക്കിൽ ലഭിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയ നല്ലൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീഡിയോ കണ്ടുവിടാം. അതുവരേക്കും എല്ലാവരോടും ഗുഡ് ബൈ.